എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ദേശീയ ഹരിത ട്രിബ്യൂണൽ എന്ന ടോപ്പിക്കിൽ നിന്ന് PSC ഇതുവരെ ചോദിച്ച മുഴുവൻ ക്വസ്റ്റ്യൻസുമായിട്ടാണ്. 10th പ്രിലിംസ് എക്സാം ആവട്ടെ, വരുന്ന LDC ഏത് എക്സാം ആയിക്കൊള്ളട്ടെ, ഈ ദേശീയ ഹരിത ട്രിബ്യൂണൽ എന്ന ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട എല്ലാ PSC ക്വസ്റ്റ്യൻസും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പം നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്ഥാപിതമായ വർഷം ഏത്? ആൻസർ 2010. ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്ഥാപിതമായ വർഷം 2010. ക്വസ്റ്റ്യൻ നമ്പർ 2, ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമം അതായത് NGT ആക്ട് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് എന്ന്? ആൻസർ 2010 ഒക്ടോബർ 18. ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമം അഥവാ NGT ആക്ട് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് 2010 ഒക്ടോബർ 18. ക്വസ്റ്റ്യൻ നമ്പർ 3, ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം ന്യൂഡൽഹി. ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. ക്വസ്റ്റ്യൻ നമ്പർ 4, എന്തുമായി ബന്ധപ്പെട്ട കേസുകളാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത്? ആൻസർ പരിസ്ഥിതി സംരക്ഷണം. ഇത് പോലീസ് കോൺസ്റ്റബിൾ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്തുമായി ബന്ധപ്പെട്ട കേസുകളാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത്? പരിസ്ഥിതി സംരക്ഷണം. ക്വസ്റ്റ്യൻ നമ്പർ 5, കേരളം ഉൾപ്പെടുന്ന ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ ദക്ഷിണ മേഖല ബെഞ്ച് അഥവാ സൗത്തേൺ സോൺ ബെഞ്ച് എവിടെയാണ്? ആൻസർ ചെന്നൈ. കേരളം ഉൾപ്പെടുന്ന ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ ദക്ഷിണ മേഖല ബെഞ്ച് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈ. ഇത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6, ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു? ആൻസർ ജസ്റ്റിസ് ലോകേശ്വർ സിംഗ് പന്ത. ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ജസ്റ്റിസ് ലോകേശ്വർ സിംഗ് പന്ത. ക്വസ്റ്റ്യൻ നമ്പർ 7, ദേശീയ ഹരിത ട്രിബ്യൂണൽ ഏത് തരം സ്ഥാപനമാണ്? ആൻസർ സ്റ്റാറ്റ്യൂട്ടറി ബോഡി അഥവാ നിയമപരമായ സ്ഥാപനം. ദേശീയ ഹരിത ട്രിബ്യൂണൽ ഏത് തരം സ്ഥാപനമാണ്? ആൻസർ സ്റ്റാറ്റ്യൂട്ടറി ബോഡി അഥവാ നിയമപരമായ സ്ഥാപനം. ക്വസ്റ്റ്യൻ നമ്പർ 8, ദേശീയ ഹരിത ട്രിബ്യൂണൽ കേസുകളിൽ എത്ര കാലത്തിനുള്ളിൽ തീർപ്പ് കൽപ്പിക്കണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്? ആൻസർ 6 മാസത്തിനുള്ളിൽ. ദേശീയ ഹരിത ട്രിബ്യൂണൽ കേസുകളിൽ എത്ര കാലത്തിനുള്ളിൽ തീർപ്പ് കൽപ്പിക്കണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്? 6 മാസത്തിനുള്ളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 9, ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ വിധിന്യായത്തിനെതിരെ എവിടെയാണ് അപ്പീൽ നൽകേണ്ടത്? ആൻസർ സുപ്രീം കോടതിയിൽ. ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ വിധിന്യായത്തിനെതിരെ എവിടെയാണ് അപ്പീൽ നൽകേണ്ടത്? സുപ്രീം കോടതിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 10, ദേശീയ ഹരിത ട്രിബ്യൂണൽ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ആൻസർ കേന്ദ്ര സർക്കാർ ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച്. ദേശീയ ഹരിത ട്രിബ്യൂണൽ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാർ ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച്. ഇത് ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 11, പരിസ്ഥിതി സംരക്ഷണത്തിനായി ഒരു പ്രത്യേക ട്രിബ്യൂണൽ സ്ഥാപിക്കുന്ന ലോകത്തിലെ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ആൻസർ 3ാമത്തെ രാജ്യം. ഇത് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പരിസ്ഥിതി സംരക്ഷണത്തിനായി ഒരു പ്രത്യേക ട്രിബ്യൂണൽ സ്ഥാപിക്കുന്ന ലോകത്തിലെ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ആൻസർ 3ാമത്തെ രാജ്യം. ക്വസ്റ്റ്യൻ നമ്പർ 12, താഴെ പറയുന്ന ഏത് നിയമമാണ് ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ അധികാര പരിധിയിൽ വരാത്തത്? ആൻസർ വന്യജീവി സംരക്ഷണ നിയമം 1972. താഴെ പറയുന്ന ഏത് നിയമമാണ് ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ അധികാര പരിധിയിൽ വരാത്തത്? ആൻസർ വന്യജീവി സംരക്ഷണ നിയമം 1972. ഇത് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 13, ഹരിത ട്രിബ്യൂണലിൻ്റെ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാനുള്ള സമയപരിധി എത്രയാണ്? ആൻസർ 90 ദിവസം. ഹരിത ട്രിബ്യൂണലിൻ്റെ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാനുള്ള സമയപരിധി 90 ദിവസം. ഇത് ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 14, ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് അനുച്ഛേദത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്ഥാപിച്ചത്? ആൻസർ അനുച്ഛേദം 21, അതായത് ജീവിക്കുവാനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് അനുച്ഛേദത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്ഥാപിച്ചത്? ആൻസർ
അനുച്ഛേദം 21, അതായത് ജീവിക്കുവാനുള്ള അവകാശം. ക്വസ്റ്റ്യൻ നമ്പർ 15, NGTയുടെ പൂർണ്ണരൂപം എന്ത്? ആൻസർ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ. NGTയുടെ പൂർണ്ണരൂപം എന്നത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ. ക്വസ്റ്റ്യൻ നമ്പർ 16, ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ ചെയർപേഴ്സൺ ആകാനുള്ള യോഗ്യതയുണ്ട്. ആൻസർ സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. വിരമിച്ചതോ അല്ലാത്തതോ? ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ ചെയർപേഴ്സൺ ആകാനുള്ള യോഗ്യത സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ വിരമിച്ചതോ അല്ലാത്തതോ. ഇത് ഡെപ്യൂട്ടി കളക്ടർ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 17, ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ അംഗങ്ങൾ എത്ര വർഷത്തേക്കാണ് നിയമിക്കപ്പെടുന്നത്? ആൻസർ 3 വർഷം. ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ അംഗങ്ങൾ അഥവാ ജുഡീഷ്യൽ ആൻഡ് എക്സ്പേർട്ട് മെമ്പേഴ്സ് എത്ര വർഷത്തേക്കാണ് നിയമിക്കപ്പെടുന്നത്? ആൻസർ 3 വർഷം. ക്വസ്റ്റ്യൻ നമ്പർ 18, ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ പശ്ചിമ മേഖലാ ബെഞ്ച് അഥവാ വെസ്റ്റേൺ സോൺ ബെഞ്ച് എവിടെയാണ്? ആൻസർ പൂനെ. ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ പശ്ചിമ മേഖലാ ബെഞ്ച് സ്ഥിതി ചെയ്യുന്നത് പൂനെ. ക്വസ്റ്റ്യൻ നമ്പർ 19, ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ പൂർവ്വ മേഖലാ ബെഞ്ച് അഥവാ ഈസ്റ്റേൺ സോൺ ബെഞ്ച് എവിടെയാണ്? ആൻസർ കൊൽക്കത്ത. ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ പൂർവ്വ മേഖലാ ബെഞ്ച് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത. ക്വസ്റ്റ്യൻ നമ്പർ 20, മലിനീകരണം നടത്തുന്നവർ പിഴയൊടുക്കണം എന്ന തത്വം നടപ്പിലാക്കുന്ന സ്ഥാപനം? ആൻസർ ദേശീയ ഹരിത ട്രിബ്യൂണൽ. മലിനീകരണം നടത്തുന്നവർ പിഴയൊടുക്കണം അഥവാ പൊല്യൂട്ടർ പേഴ്സ് പ്രിൻസിപ്പിൾ എന്ന തത്വം നടപ്പിലാക്കുന്ന സ്ഥാപനമാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ. ഇത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിന് വന്ന ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 21, താഴെ പറയുന്നവയിൽ ഏത് നിയമമാണ് NGTയുടെ അധികാര പരിധിയിൽ വരുന്നത്? ആൻസർ ജൈവ വൈവിധ്യ നിയമം അഥവാ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2002. താഴെ പറയുന്നവയിൽ ഏത് നിയമമാണ് NGTയുടെ അധികാര പരിധിയിൽ വരുന്നത്? ജൈവ വൈവിധ്യ നിയമം അഥവാ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2002. ക്വസ്റ്റ്യൻ നമ്പർ 22, ഹരിത ട്രിബ്യൂണലിൻ്റെ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും പുനർനിയമനത്തിന് അർഹതയുണ്ടോ? ആൻസർ ഇല്ല. ഇത് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എക്സാമിന് വന്ന ക്വസ്റ്റ്യനാണ്. ഹരിത ട്രിബ്യൂണലിൻ്റെ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും പുനർനിയമനത്തിന് അർഹതയുണ്ടോ? ഇല്ല. ക്വസ്റ്റ്യൻ നമ്പർ 23, പരിസ്ഥിതി വിഷയങ്ങളിൽ സിവിൽ കോടതികൾക്കുള്ള അധികാരം ഏത് സ്ഥാപനത്തിനാണ് നൽകിയിരിക്കുന്നത്? ആൻസർ ദേശീയ ഹരിത ട്രിബ്യൂണൽ. പരിസ്ഥിതി വിഷയങ്ങളിൽ സിവിൽ കോടതികൾക്കുള്ള അധികാരം ഏത് സ്ഥാപനങ്ങൾക്കാണ് നൽകിയിരിക്കുന്നത്? ദേശീയ ഹരിത ട്രിബ്യൂണൽ. ഇത് VO BDO എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 24, പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഏത് ഭരണഘടനാ നിർദ്ദേശക തത്വമാണ് NGTയുടെ രൂപീകരണത്തിന് പ്രേരകമായത്? ആൻസർ അനുച്ഛേദം 48A. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഏത് ഭരണഘടനാ നിർദ്ദേശക തത്വമാണ് NGTയുടെ രൂപീകരണത്തിന് പ്രേരകമായത്? അനുച്ഛേദം 48A. ക്വസ്റ്റ്യൻ നമ്പർ 25, ദേശീയ ഹരിത ട്രിബ്യൂണലിലെ ജുഡീഷ്യൽ അംഗത്തിൻ്റെ യോഗ്യത എന്താണ്? ആൻസർ ഹൈക്കോടതി ജഡ്ജി. വിരമിച്ചതോ അല്ലാത്തതോ? ഇത് മുനിസിപ്പൽ സെക്രട്ടറി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ ജുഡീഷ്യൽ അംഗത്തിൻ്റെ യോഗ്യത? ആൻസർ ഹൈക്കോടതി ജഡ്ജി. വിരമിച്ചതോ അല്ലാത്തതോ? ക്വസ്റ്റ്യൻ നമ്പർ 26, വനസംരക്ഷണ നിയമം അഥവാ 1980 ലംഘിക്കുന്ന കേസുകൾ പരിഗണിക്കാൻ അധികാരമുള്ള സ്ഥാപനം ഏത്? ആൻസർ ദേശീയ ഹരിത ട്രിബ്യൂണൽ. വനസംരക്ഷണ നിയമം ലംഘിക്കുന്ന കേസുകൾ പരിഗണിക്കാൻ അധികാരമുള്ള സ്ഥാപനമാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ. ഇത് ഫോറസ്റ്റ് ഗാർഡ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 27, ജലമലിനീകരണ നിയന്ത്രണ നിയമം അഥവാ 1974 പ്രകാരമുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ആൻസർ ദേശീയ ഹരിത ട്രിബ്യൂണൽ. ജലമലിനീകരണ നിയന്ത്രണ നിയമം പ്രകാരമുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നത് ദേശീയ ഹരിത ട്രിബ്യൂണൽ. ക്വസ്റ്റ്യൻ നമ്പർ 28, ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ മധ്യമേഖലാ ബെഞ്ച് എവിടെയാണ്? ആൻസർ ഭോപ്പാൽ. ഇത് LDC ഇടുക്കി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ മധ്യമേഖലാ ബെഞ്ച് അഥവാ സെൻട്രൽ സോൺ ബെഞ്ച് എവിടെയാണ്? ഭോപ്പാൽ. ക്വസ്റ്റ്യൻ നമ്പർ 29, NGTക്ക് സിവിൽ നടപടിക്രമ നിയമം അഥവാ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908 ബാധകമാണോ? ആൻസർ ഇല്ല. സ്വാഭാവിക നീതിയുടെ തത്വങ്ങളാണ് പിന്തുടരുന്നത്. NGTക്ക് സിവിൽ നടപടിക്രമ നിയമം അഥവാ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ
1908 ബാധകമാണോ? ഇല്ല. സ്വാഭാവിക നീതിയുടെ തത്വങ്ങളാണ് പിന്തുടരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 30. ഡൽഹിയിൽ 10 വർഷത്തിലധികം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾ നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയ സ്ഥാപനം? ദേശീയ ഹരിത ട്രിബ്യൂണൽ. ഇത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഡൽഹിയിൽ 10 വർഷത്തിലധികം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾ നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയ സ്ഥാപനം? ദേശീയ ഹരിത ട്രിബ്യൂണൽ. ക്വസ്റ്റ്യൻ നമ്പർ 31. പരിസ്ഥിതി സംരക്ഷണ നിയമം അഥവാ 1986 പ്രകാരമുള്ള കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക സംവിധാനം ഏതാണ്? ആൻസർ ദേശീയ ഹരിത ട്രിബ്യൂണൽ. ഇത് ലാബ് അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. പരിസ്ഥിതി സംരക്ഷണ നിയമം അഥവാ 1986 പ്രകാരമുള്ള കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക സംവിധാനമാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ. ക്വസ്റ്റ്യൻ നമ്പർ 32. പരിസ്ഥിതി കോടതി സ്ഥാപിച്ച ആദ്യ 2 രാജ്യങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്. പരിസ്ഥിതി കോടതി സ്ഥാപിച്ച ആദ്യ 2 രാജ്യങ്ങളാണ് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്. ക്വസ്റ്റ്യൻ നമ്പർ 33. NGTയുടെ വിധികൾ എന്തെങ്കിലും ലംഘിച്ചാൽ ചുമത്താവുന്ന പരമാവധി തടവ് ശിക്ഷ എത്രയാണ്? ആൻസർ 3 വർഷം. NGTയുടെ വിധികൾ എന്തെങ്കിലും ലംഘിച്ചാൽ ചുമത്താവുന്ന പരമാവധി തടവ് ശിക്ഷയാണ് 3 വർഷം. ക്വസ്റ്റ്യൻ നമ്പർ 34. NGTയുടെ വിധി ലംഘിച്ചാൽ ചുമത്താവുന്ന പരമാവധി പിഴ അതായത് വ്യക്തികൾക്ക് എത്രയാണ്? ആൻസർ 10 കോടി രൂപ. NGTയുടെ വിധി ലംഘിച്ചാൽ ചുമത്താവുന്ന പരമാവധി പിഴ എത്രയാണ്? 10 കോടി രൂപ. ക്വസ്റ്റ്യൻ നമ്പർ 35. ദേശീയ ഹരിത ട്രിബ്യൂണലിൽ പരമാവധി എത്ര ജുഡീഷ്യൽ അംഗങ്ങളും വിദഗ്ധ അംഗങ്ങളും ആകാം? ആൻസർ 20 ജുഡീഷ്യൽ അംഗങ്ങളും 20 വിദഗ്ധ അംഗങ്ങളും. ദേശീയ ഹരിത ട്രിബ്യൂണലിൽ പരമാവധി എത്ര ജുഡീഷ്യൽ അംഗങ്ങളും വിദഗ്ധ അംഗങ്ങളും ആകാം? 20 ജുഡീഷ്യൽ അംഗങ്ങളും 20 വിദഗ്ധ അംഗങ്ങളും. ക്വസ്റ്റ്യൻ നമ്പർ 36. ദേശീയ ഹരിത ട്രിബ്യൂണലിലെ വിദഗ്ധ അംഗങ്ങൾക്ക് വേണ്ട കുറഞ്ഞ പ്രവൃത്തി പരിചയം എത്രയാണ്? ആൻസർ 15 വർഷം. ബന്ധപ്പെട്ട മേഖലകളിൽ. ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ വിദഗ്ധ അംഗങ്ങൾക്ക് വേണ്ട കുറഞ്ഞ പ്രവൃത്തി പരിചയം എത്രയാണ്? ബന്ധപ്പെട്ട മേഖലയിൽ 15 വർഷം. ക്വസ്റ്റ്യൻ നമ്പർ 37. താഴെ പറയുന്നവയിൽ NGTയുടെ അധികാര പരിധിയിൽ വരാത്ത നിയമം ഏതാണ്? ആൻസർ പട്ടികവർഗ നിയമം 2006. താഴെ പറയുന്നവയിൽ NGTയുടെ അധികാര പരിധിയിൽ വരാത്ത നിയമമാണ് പട്ടികവർഗ അതായത് വനാവകാശ നിയമം 2006. ക്വസ്റ്റ്യൻ നമ്പർ 38. യമുന നദീതീരത്ത് പരിപാടി നടത്തിയതിന് ആർട്ട് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷന് പിഴ ചുമത്തിയ സ്ഥാപനം? ആൻസർ ദേശീയ ഹരിത ട്രിബ്യൂണൽ. യമുന നദീതീരത്ത് പരിപാടി നടത്തിയതിന് ആർട്ട് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷന് പിഴ ചുമത്തിയ സ്ഥാപനം? ദേശീയ ഹരിത ട്രിബ്യൂണൽ. സുസ്ഥിര വികസനം എന്ന തത്വം അടിസ്ഥാനമാക്കി വിധി പ്രസ്താവിക്കുന്ന സ്ഥാപനം? ആൻസർ ദേശീയ ഹരിത ട്രിബ്യൂണൽ. സുസ്ഥിര വികസനം എന്ന തത്വം അടിസ്ഥാനമാക്കി വിധി പ്രസ്താവിക്കുന്ന സ്ഥാപനമാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ. NGT ചെയർപേഴ്സന്റെ വിരമിക്കൽ പ്രായം എത്രയാണ്? 70 വയസ്സ്. സുപ്രീം കോടതി ജഡ്ജിയാണെങ്കിൽ. 67 വയസ്സ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണെങ്കിൽ. NGT ചെയർപേഴ്സന്റെ വിരമിക്കൽ പ്രായം എത്രയാണ്? സുപ്രീം കോടതി ജഡ്ജിയാണെങ്കിൽ 70 വയസ്സ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണെങ്കിൽ 67 വയസ്സ്. ഇത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ചതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 41. പൊതുബാധ്യത ഇൻഷുറൻസ് നിയമം അഥവാ പബ്ലിക് ലൈബിലിറ്റി ഇൻഷുറൻസ് ആക്ട് 1991 ഏത് സ്ഥാപനത്തിൻ്റെ അധികാര പരിധിയിലാണ് വരുന്നത്? ആൻസർ ദേശീയ ഹരിത ട്രിബ്യൂണൽ. പൊതുബാധ്യത ഇൻഷുറൻസ് നിയമം ഏത് സ്ഥാപനത്തിൻ്റെ അധികാര പരിധിയിലാണ് വരുന്നത്? ദേശീയ ഹരിത ട്രിബ്യൂണൽ. ക്വസ്റ്റ്യൻ നമ്പർ 42. വായു മലിനീകരണ നിയന്ത്രണ നിയമം 1981 ലംഘിച്ചാലുള്ള കേസുകൾ പരിഗണിക്കുന്നത് എവിടെയാണ്? ആൻസർ ദേശീയ ഹരിത ട്രിബ്യൂണൽ. വായു മലിനീകരണ നിയന്ത്രണ നിയമം ലംഘിച്ചാലുള്ള കേസുകൾ പരിഗണിക്കുന്നത് ദേശീയ ഹരിത ട്രിബ്യൂണലിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 43. ദേശീയ ഹരിത ട്രിബ്യൂണലിലെ അംഗങ്ങൾ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ആൻസർ കേന്ദ്ര സർക്കാരിന്. ദേശീയ ഹരിത ട്രിബ്യൂണലിലെ അംഗങ്ങൾ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്. ക്വസ്റ്റ്യൻ നമ്പർ 44. ഒരു പരിസ്ഥിതി പ്രശ്നമുണ്ടായി എത്ര കാലത്തിനുള്ളിൽ NGTയെ സമീപിക്കണം? ആൻസർ 6 മാസത്തിനുള്ളിൽ. ഒരു പരിസ്ഥിതി പ്രശ്നമുണ്ടായി എത്ര കാലത്തിനുള്ളിൽ NGTയെ സമീപിക്കണം? 6 മാസത്തിനുള്ളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 45. ദക്ഷിണ മേഖലാ ബെഞ്ചിന്റെ പരിധിയിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ആൻസർ പുതുച്ചേരി. LDC വയനാടിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്.
ക്വസ്റ്റ്യൻ നമ്പർ 46. NGTക്ക് സ്വമേധയാ കേസെടുക്കാൻ അധികാരമുണ്ടോ? ആൻസർ ഉണ്ട്. NGTക്ക് സ്വമേധയാ കേസെടുക്കാൻ അധികാരമുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 47. ദേശീയ ഹരിത ട്രിബ്യൂണലിലെ അംഗങ്ങളുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നിശ്ചയിക്കുന്നത് ആരാണ്? ആൻസർ കേന്ദ്ര സർക്കാർ. ദേശീയ ഹരിത ട്രിബ്യൂണലിലെ അംഗങ്ങളുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാർ. ക്വസ്റ്റ്യൻ നമ്പർ 48. മുൻകരുതൽ തത്വം ഏത് സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ദേശീയ ഹരിത ട്രിബ്യൂണൽ. മുൻകരുതൽ തത്വം ഏത് സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദേശീയ ഹരിത ട്രിബ്യൂണൽ. ക്വസ്റ്റ്യൻ നമ്പർ 49. NGTക്ക് ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങൾ നൽകുന്ന നിയമം ഏതാണ്? ആൻസർ ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമം 2010. NGTക്ക് ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങൾ നൽകുന്ന നിയമമാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമം 2010. ക്വസ്റ്റ്യൻ നമ്പർ 50. ദേശീയ ഹരിത ട്രിബ്യൂണൽ രൂപീകരിക്കുന്നതിന് കാരണമായ പ്രധാന അന്താരാഷ്ട്ര ഉച്ചകോടി ഏതാണ്? ആൻസർ 1992 റിയോ ഭൗമ ഉച്ചകോടി. ദേശീയ ഹരിത ട്രിബ്യൂണൽ രൂപീകരിക്കുന്നതിന് കാരണമായ പ്രധാന അന്താരാഷ്ട്ര ഉച്ചകോടിയാണ് 1992 റിയോ ഭൗമ ഉച്ചകോടി. ഇതോടെ നമ്മൾ ദേശീയ ഹരിത ട്രിബ്യൂണൽ എന്ന പോയിന്റ് മുഴുവൻ കവർ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ പോയിന്റുകളെല്ലാം പഠിച്ചാൽ തന്നെ നമുക്ക് ദേശീയ ഹരിത ട്രിബ്യൂണലിലെ പ്രധാനപ്പെട്ട എല്ലാ പോയിന്റുകളും കവർ ചെയ്യാൻ കഴിയും. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ.